ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമേ പറയുകയാണ്, എനിക്ക് പനിയാണ്, അതുകൊണ്ട് വോയിസിന് കുറച്ച് ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ പോസ്റ്റ് കണ്ടതുപോലെ തന്നെ ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രീമിയം കേക്കാണ് ഡോൾഗോണ കോഫി കേക്ക് കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വിൽക്കുകയാണെങ്കിൽ ഒരു 1200 1300 റേറ്റൊക്കെ വരും. അപ്പോൾ ആ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 രൂപയുടെ പാക്കറ്റ് ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 6 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹാഫ് kg കേക്കിനാണ് ഈ റേറ്റ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തേക്കാട്ടോ, മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം. ഇതിൽ ഞാൻ ഇൻ കേസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, മെഷർമെൻറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഈ ബ്രൂ പൊട്ടിച്ച മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ആവശ്യമുള്ള പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ ഈ പതഞ്ഞ് വന്നത് അങ്ങ് താന്നു പോവും, അത് പ്രശ്നമില്ല കേട്ടോ. കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കാണിക്കേണ്ട വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ അതിനുശേഷം ഞാൻ ഹാഫ് kg കേക്കാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ വലിയ മുട്ട 2 എണ്ണം എടുക്കുക. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഹാഫ് കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആ മുട്ടയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ക്രീമിയായിട്ട് അടിച്ചെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഓരോ സ്പീഡ്, അതായത് 5 സ്പീഡുണ്ട് ഇപ്പോൾ എൻ്റെ ബീറ്ററിൽ. ഓരോ സ്പീഡ് കഴിയുന്നതോറും ഞാൻ ഇത് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ലോ സ്പീഡിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി വാനില കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരിപ്പയിൽ മിക്സ് ചെയ്ത് വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്നാലേ എല്ലായിടത്തും ബേക്കിംഗ് സോഡയും പൗഡറും എത്തത്തുള്ളൂ. മിക്സ് ചെയ്ത് ഇതിൽ അരിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കോഫി മിക്സ് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിലോട്ട്. അതിനുശേഷം കുറച്ച് വിനീഗർ, ഹാഫ് ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിൻ എടുക്കാം. 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ബട്ടർ പേപ്പർ ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ബാറ്റർ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അത് കണ്ടല്ലോ നിങ്ങൾ, ഈ റിബൺ കൺസിസ്റ്റൻസി വരണം കേട്ടോ. അതിനുശേഷം ഒന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 25 മിനിറ്റ് ഓവനിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിവിടെ അതിലുള്ള ഒരു സ്പെഷ്യൽ സിറപ്പിലാണ് നമ്മളിത് സോക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള സിറപ്പ് തയ്യാറാക്കാം. ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, പാല്, പിന്നെ നമ്മുടെ കോഫി മിക്സ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സിറപ്പ് എന്ന് പറയുന്നത്. ഈ സിറപ്പ് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാ, കേക്കിൽ ഒഴിക്കണമല്ലോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കേക്ക് ബേക്കായി തണുത്ത് വരേണ്ട സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് തണുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതിലോട്ട് നമുക്ക് ഈ ബാക്കിയുള്ള കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 പ്രാവശ്യം നമ്മൾ കോഫിയുടെ മിക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കോഫിയുടെ മിക്സ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്രീമിലോട്ട് നന്നായിട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്തൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജോസ്കോയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ. ആ പ്ലേറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തതായിരുന്നു. ജോസ്കോ മേടിച്ച പ്ലേറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ലെയർ ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ലെയർ വേണമെങ്കിൽ വെക്കാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈ ലെയറാണ് കേട്ടോ, അടിയിൽ വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കോഫിയുടെ ആ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഉണ്ടാക്കിയത്, അത് നമുക്ക് നിറയെ അതിലോട്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് ക്രീമും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തൊന്നും വെക്കുന്നില്ല. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ക്രം കോട്ട് ചെയ്ത് കുറച്ച് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ
ഡിസൈനൊക്കെ ചെയ്താൽ മതി. ഞാനിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് അധികം ഡിസൈനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇടയ്ക്ക് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. എല്ലാം ഒന്നും ചേർക്കണ്ടാത്തതാണെങ്കിൽ അങ്ങനെ ചേർക്കാം, ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഞാൻ 3 ലെയറും ഇതുപോലെ ഇത് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്ത് നന്നായിട്ട് ഞാനൊരു ഡിസൈനൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി, അതാ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തു കേട്ടോ. ഞാനിവിടെ ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത്. നോസിൽ പൈപ്പ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ച് കൊടുത്ത് നമുക്ക് ഇത് സൈഡൊന്ന് കട്ട് ചെയ്ത് കേട്ടോ, ക്രീം വരുന്നുണ്ട്. ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഞാൻ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ.